ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അച്യുതൻ്റെ കുതന്ത്ര ബുദ്ധിയും നമ്മുടെ ധർമ്മൻ്റെ കല്യാണം മുടങ്ങാണ്. ആ സമയത്ത് നമ്മുടെ ധർമ്മൻ്റെ അമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഈ മകൻ്റെ കല്യാണം കണ്ടിട്ട് കണ്ണടയ്ക്കാനായിരുന്നു ആഗ്രഹം, ഇനി അത് നടക്കോ, ഈ മുഹൂർത്തത്തിൽ തന്നെ അവൻ്റെ കല്യാണം നടക്കണം എന്നൊക്കെ പറയാണ്. അപ്പോൾ അച്യുതവർമ്മയും ആനന്ദവർമ്മയും കൂടെ പറയാണ്, ഞങ്ങളുടെ അനിയന് വേണ്ടി മറ്റൊരു പെണ്ണിനെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അങ്ങനെ അച്യുതൻ പറഞ്ഞ ആ പെണ്ണിനെയും കൊണ്ട് അവളുടെ അച്ഛനും അമ്മയും സ്റ്റേജിലേക്ക് വരികയാണ്. അച്യുതൻ പറയുന്നുണ്ട്, ഈ വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, അത് ബാലൻ അംഗീകരിക്കണം എന്ന് പറയാം. അങ്ങനെ ബാലനോട് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് തന്നെ മാറാൻ പറയുന്നുണ്ട്. ധർമ്മൻ്റെ കല്യാണത്തിൽ ബാലൻ പങ്കുചേരണ്ടെന്ന് പറയാം. അപ്പോൾ ബാലനായാലും എങ്ങനെയെങ്കിലും ധർമ്മൻ്റെ കല്യാണം നടത്താൻ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ധർമ്മൻ പെണ്ണിൻ്റെ മുഖം പോലും ശ്രദ്ധിക്കാതെ കഴുത്തിൽ താലി കെട്ടാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ രാമേട്ടൻ ഭയങ്കര ധൃതി കൂട്ടിയിട്ട് വരുന്നുണ്ട്. പിന്നീട് ധർമ്മൻ്റെ വിവാഹം കഴിഞ്ഞതോടെ നമ്മുടെ ശ്രീദേവിയെ ആനന്ദ് വീട്ടിലേക്ക് പറഞ്ഞയക്കാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ദേവി തല കറങ്ങി വീഴുന്നുണ്ട്. അങ്ങനെ ദേവിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് രണ്ടുപേരും. അപ്പോൾ അവിടെ വെച്ച് ഡോക്ടർ പറയുന്നുണ്ട്, നമ്മുടെ ശ്രീദേവി ഒരു അമ്മയാകാൻ പോകുന്നെന്ന്. അങ്ങനെ ശ്രീദേവിയോടുള്ള ദേഷ്യമൊക്കെ മറന്ന് ആനന്ദ് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാം. ശ്രീദേവിക്കും ആനന്ദിനും കൂടി ഒരു കുഞ്ഞു പറക്കാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അങ്ങനെ ഗോമതി ഒരു വളമൊക്കെ നമ്മുടെ ശ്രീദേവിയുടെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രീദേവിയോടുള്ള ദേഷ്യമൊക്കെ നമ്മുടെ ആനന്ദം മറന്നു പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്